Hi friends, welcome back to my today's class. ICD-10 Coding Guidelines Chapter 2-ലെ നിയോപ്ലാസം ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ് നിയോപ്ലാസംസിനെ കുറിച്ചും അതിൻ്റെ ടൈപ്സിനെ കുറിച്ചുമാണ് കാണാൻ പോകുന്നത്. ഇന്ന് കോഡിംഗ് ഗൈഡ്ലൈൻസ് ഇല്ല, നിയോപ്ലാസംസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കോഡിങ്ങിൽ ഒരു കണ്ടീഷൻ കോഡ് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് നിയോപ്ലാസത്തിനെ കുറിച്ച് നോക്കാം. ICD-10 ബുക്കില് നിയോപ്ലാസം കോഡ് റേഞ്ച് വരുന്നത് C002 to D49 ആണ്. അപ്പം നിയോപ്ലാസം എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണെന്ന് നോക്കാം. നിയോപ്ലാസം ഈസ് ആൻ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ടിഷ്യൂ. നമ്മുടെ ടിഷ്യൂസിൽ ഉണ്ടാകുന്ന അബ്നോർമൽ ഗ്രോത്ത് ആണ് നിയോപ്ലാസം. ഇറ്റ് ക്യാൻ ബി ബിനൈൻ ഓർ മാലിഗ്നൻ. ഇനി ബിനൈൻ ആകാം, മാലിഗ്നന്റും ആകാം. ബിനൈൻ എന്ന് വെച്ചാൽ ട്യൂമേഴ്സ് യൂഷ്വലി ഗ്രോ സ്ലോലി ആൻഡ് ഡോൺ സ്പ്രെഡ്. ഇതില് ട്യൂമേഴ്സ് വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഗ്രോ ആകത്തുള്ളൂ, അതേപോലെ അത് മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആകത്തുമില്ല. അതാണ് ബിനൈൻ നിയോപ്ലാസം. ഇതിനെ പറയുന്നത് നോൺ ക്യാൻസറസ് എന്നും പറയാം. അതേപോലെ മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഗ്രോ റാപ്പിഡ്ലി ആൻഡ് ഇൻവേർട്ട് ദ അതർ പാർട്സ് ഓഫ് ദി ബോഡി. മാലിഗ്നന്റ് ട്യൂമേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ആകുകയും അടുത്ത പാർട്സിലേക്ക് സ്പ്രെഡ് ആകുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനുള്ള മറ്റൊരു പേരാണ് ക്യാൻസറസ് സെൽസ്. അപ്പം മാലിഗ്നന്റ് നിയോപ്ലാസത്തിനെ നമുക്ക് ക്യാൻസർ എന്നും വിളിക്കാം. നിയോപ്ലാസം ക്യാൻ ഫോം എനിവെയർ ഇൻ ദി ബോഡി. ഇത് നമ്മുടെ ബോഡിയിൽ എവിടെ വേണേലും വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ബിനൈനും മാലിഗ്നനും. ബിനൈൻ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു, മാലിഗ്നൻ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് ക്യാൻസറസ് ട്യൂമർ. ഇനി ടൈപ്സ് ഓഫ് മാലിഗ്നന്റ് നിയോപ്ലാസംസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് കാർസിനോമ. Carcinomas originate in the epithelial tissue such as the skin or lining of organs. Carcinoma epithelial tissuesലാണ് ഫോം ആകുന്നത്. എവിടെയൊക്കെ എന്ന് വെച്ചാൽ സ്കിന്ന്, ഓർഗണിന്റെ ലൈനിങ്സിലൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു ടൈപ്സ് ഓഫ് സ്കിൻ ക്യാൻസേഴ്സ് ആണ്. എക്സാമ്പിൾ വരുന്നത് മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് സ്കിന്ന്, ബ്രസ്റ്റ്, പ്രോസ്റ്റേറ്റ്, ബ്ലാഡർ എക്സെട്ര. Next type is sarcomas. This type of cancer begins in the connective tissues like bone, cartilage, muscles, tendons and fat. ഈ സാർക്കോമ വരുന്നത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസിലായിരിക്കും. ഇതൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ നീസിൽ വരുന്ന ഒരു ബോൺ സാർക്കോമ. ഇതിന് എക്സാമ്പിൾ സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ. നെക്സ്റ്റ് മൈലോമ. ഇതിന് മറ്റൊരു പേരുമുണ്ട്, മൾട്ടിപ്പിൾ മൈലോമ. This type of cancer forms in plasma cells of bone marrow. നമ്മുടെ ബോൺ മാരോയിലുള്ള പ്ലാസ്മ സെൽസിൽ ഫോം ആകുന്ന നിയോപ്ലാസമാണ് മൈലോമ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മൈലോമ. ലുക്കീമിയ ഓൾസോ കോൾഡ് ആസ് ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതാണ് ലുക്കീമിയ. ലുക്കീമിയാസ് ആർ ക്യാൻസേഴ്സ് ഓഫ് ബോൺ മാരോ. ബോൺ മാരോയിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ് ലുക്കീമിയ. ബോൺ മാരോയിലുള്ള പ്ലാസ്മ സെൽസിൽ ഉണ്ടാകുന്നതാണ് മൈലോമ. നെക്സ്റ്റ് ലിംഫോമാസ്. ദിസ് ടൈപ്പ് ഓഫ് ക്യാൻസർ ഡെവലപ്സ് ഇൻ ദി ഗ്ലാൻഡ്സ് ഓർ നോഡ്സ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് ആണ് ലിംഫോമാസ്. Commonly seen in lumps in neck and arm or groin areas. ഇനി ടേബിൾ ഓഫ് നിയോപ്ലാസം. നമ്മൾ ജനറൽ കൺവെൻഷൻ ഇത് പഠിച്ചപ്പോൾ കണ്ടായിരുന്നു, ICD-10 CM ബുക്കിൽ ഒരു സെപ്പറേറ്റ് പാർട്ട് തന്നെയുണ്ട്, ടേബിൾ ഓഫ് നിയോപ്ലാസം. നമ്മൾ ഏതൊരു ക്യാൻസർ കോഡ് എടുക്കണമെങ്കിലും ഈ ടേബിൾ ഓഫ് നിയോപ്ലാസത്തിൽ ചെന്നിട്ട് വേണം കോഡ്സ് സെർച്ച് ചെയ്യാൻ. ഇവിടെ സൈറ്റ്സ് തന്നിരിക്കും, ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് തന്നിരിക്കും. ഇത് ടൈപ്സ് ഓഫ് ക്യാൻസർ, ഇവിടെ സൈറ്റ്സ്, അതിന് സ്പെസിഫിക് കോഡ്സ് ഇതായിരിക്കും. അപ്പൊ ഇവിടെ മാലിഗ്നന്റ് പ്രൈമറി, മാലിഗ്നന്റ് സെക്കൻഡറി, കാർസിനോമ ഇൻസൈറ്റ്, ഇങ്ങനെ കുറെ തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് മാലിഗ്നന്റ് പ്രൈമറി, മാലിഗ്നന്റ് സെക്കൻഡറി ഇതൊക്കെ എന്താണെന്ന് നോക്കാം.
മാലിഗ്നന്റ് നിയോപ്ലാസം പ്രൈമറി എന്ന് വെച്ചാൽ ഇതും ക്യാൻസേഴ്സ് ഗ്രോത്ത് ആണ്. ഡെവലപ്സ് വെൻ ദി സെൽ ഗ്രോ ആൻഡ് ഡിവൈഡ് മോർ ദാൻ ദേ ഷുഡ്. അതായത് ഇതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ക്യാൻസർ സെൽസ് ആണ്. ഇത് സ്പ്രെഡ് ചെയ്യാൻ സ്റ്റാർട്ട് ആയിട്ടില്ല, പക്ഷേ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. ഇൻവോൾവ് അബ്നോർമൽ ലുക്കിംഗ് സെൽസ് ദാറ്റ് ഡിവൈഡ് അൺകൺട്രോൾഡ്ലി. പെട്ടെന്ന് തന്നെ ഇത് ഡിവൈഡ് ആകുകയും ചെയ്യും. അപ്പൊ ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് മാലിഗ്നന്റ് നിയോപ്ലാസം ആണ്. അതാണ് മാലിഗ്നന്റ് നിയോപ്ലാസം പ്രൈമറി. നെക്സ്റ്റ് സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസം എന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റേജ്. It is a malignant tumor that arises from a pre-existing lower grade lesion or as a result of primary lesion that has spread to the secondary sites. അതായത് ഒരു സൈറ്റ്സിൽ ഉണ്ടായിട്ടുണ്ട്, അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആകാൻ തുടങ്ങി. അത് മറ്റൊരു സ്ഥലത്ത് സ്പ്രെഡായ ഇതാണ് സെക്കൻഡറി മാലിഗ്നന്റ് നിയോപ്ലാസം. നെക്സ്റ്റ് കാർസിനോമ ഇൻ സൈറ്റോ is defined as stage 0 cancer. കാർസിനോമ ഇൻ സൈറ്റോ എന്ന് വെച്ചാൽ സ്റ്റേജ് 0 ക്യാൻസർ ആണ്. വിച്ച് ഈസ് കൺസിഡർഡ് നോൺ ഇൻവേസീവ്. അതെന്തുകൊണ്ടാണ് ക്യാൻസർ സ്റ്റേജ് 0 എന്ന് പറയുന്നത്? അത് ഒരിക്കലും മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആകത്തില്ല, അവിടെ തന്നെ ഇരിക്കും. നെക്സ്റ്റ് നിയോപ്ലാസം ഓഫ് അൺസർട്ടൻ ബിഹേവിയർ. അൺസർട്ടൻ ബിഹേവിയർ എന്ന് വെച്ചാൽ ദീസ് ആർ ട്യൂമേഴ്സ് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് നീറ്റ്ലി ഇൻ ടു ബിനൈൻ ഓർ മാലിഗ്നന്റ് ക്ലാസിഫിക്കേഷൻ. ഈ അൺസർട്ടൻ ബിഹേവിയർ ഉള്ള നിയോപ്ലാസംസ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ എന്ന്. അങ്ങനെയുള്ള നിയോപ്ലാസമാണ് അൺസർട്ടൻ ബിഹേവിയർ ഓഫ് നിയോപ്ലാസം. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ അൺപ്രെഡിക്റ്റബിൾ ഗ്രോത്ത് patterns. നെക്സ്റ്റ് ഉള്ളത് നിയോപ്ലാസം ഓഫ് അൺസ്പെസിഫൈഡ് ബിഹേവിയർ. അൺസ്പെസിഫൈഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ ഫിസിഷ്യൻ ഈസ് കറന്റ്ലി അൺഏബിൾ ടു ഡിറ്റർമൈൻ ബിഹേവിയർ ഓഫ് നിയോപ്ലാസം. ഇവിടെ നിയോപ്ലാസത്തിന്റെ ബിഹേവിയർ ഫിസിഷ്യന് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതാണ് അൺസ്പെസിഫൈഡ് ബിഹേവിയർ. അപ്പൊ ഇത്രയേ ഉള്ളൂ എബൌട്ട് നിയോപ്ലാസം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നിയോപ്ലാസത്തിന്റെ കോഡിംഗ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ. താങ്ക് യു ഗൈസ്.